വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് വേണീസ് വ്ലോഗ് വേർഡ്സ്. അപ്പോൾ എൻ്റെ ചാനൽ കാണാത്ത ആരായാലും എൻ്റെ ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് പോകുന്നത് എൻ്റെ സ്കൂളിലേക്കാണ്. കാരണം ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ സ്കൂളൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. കാരണം നമുക്ക് ആ സ്കൂളിനെ പറ്റി ഞാൻ കാണിച്ചു തരാം. അത് എങ്ങനത്തെ സ്കൂളാണ്. അപ്പോൾ അവിടെ അഡ്മിഷനൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി അഡ്മിഷൻ എടുത്തോളൂ ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ സ്കൂളിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ ഈ വഴിയാണ് സ്കൂളിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് കാര്യവട്ടമാണിത്. നമ്മൾ ട്രിവാൻഡ്രത്താണ് നമ്മുടെ സ്കൂളുള്ളത്. അപ്പോൾ ഗൈസ്, സ്കൂളിലെത്തി നമുക്ക് ബാക്കി വിശേഷങ്ങൾ സ്കൂളിലെത്തിയിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ സ്കൂളിലെത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണം. അപ്പോൾ ഈ കാണുന്നതാണ് നിങ്ങൾ ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പം ഇത് കാര്യവട്ടത്താണ് ക്ഷേത്ര സാധനങ്ങളും എല്ലാം ഉള്ളത് തന്നെ. ഇത് നമ്മുടെ പ്രീ പ്രൈമറി സ്കൂൾ, ഇതാണ് നമ്മുടെ സ്കൂളെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രവേശനോത്സവമാണ് ജൂൺ 3-നാണ്, അതായത് നാളെ എന്ന് വെച്ചാൽ ജൂൺ 3-ആണ്. ഓക്കെ, നമ്മുടെ കുറേ സംഭവങ്ങളുണ്ട് സ്കൂളിൽ. അപ്പോൾ എല്ലാം ഞാൻ കാണിച്ചു തരാം. നമുക്ക് സ്കൂളിൻ്റെ ഉൾവശത്തേക്ക് പോവാം. അപ്പോൾ ഇത് USS LSS വിജയികളൊക്കെ സൈഡിൽ ബാനറായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്കൂളിൻ്റെ ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് സ്കൂളിൻ്റെ ഈ സൈഡിൽ വരുമ്പോൾ കയറി വന്ന സൈഡിലായിട്ട് ചെറിയൊരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് അതാണ് KG ക്ലാസ് റൂമുകൾ. പിന്നെ എന്താ ഈ ഒരു സംഭവമാണ് നമ്മുടെ പുതിയ സ്കൂൾ കോംപ്ലക്സ് ആണ് ഇവിടെ വരാൻ പോകുന്നത്. അപ്പോൾ പുതിയ സ്കൂൾ കോംപ്ലക്സ് അവിടെ വരും. അപ്പോൾ അതിൻ്റെ പണികളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്റ്റേജും കാര്യങ്ങളും ഒക്കെ നമ്മുടെ പ്രവേശനോത്സവവുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ പന്തലുകളൊക്കെ. അത് നമുക്ക് താഴേക്ക് പോവാം. കുറേ പണികളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ. ടൈൽസിൻ്റെ കാര്യങ്ങൾ, ടൈൽസ് അല്ല തറയോടിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഇന്റർലോക്കിൻ്റെ. അപ്പോൾ നമുക്ക് ഗവി UPS കാര്യവട്ടം തിരുവനന്തപുരം നഗരസഭയുടെ അതിലേക്ക് പോവാം നമുക്ക്. അപ്പോൾ നമുക്ക് കയറാം. അപ്പോൾ ഫ്രണ്ട്സ്, എനിക്ക് എൻ്റെ കുറച്ച് ടീച്ചേഴ്സിനെ കാണാനുണ്ട്. നമുക്ക് അവിടെ നമുക്ക് പോയി കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ 2 ടീച്ചേഴ്സ്. ചിത്ര ടീച്ചറും കാർത്തിക ടീച്ചറാണ് നമ്മുടെ ടീച്ചേഴ്സാണ്. നമ്മുടെ സ്കൂള് പ്രവേശനോത്സവത്തിനായിട്ട് എല്ലാം സെറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളെ കുട്ടികളെ എൻ്റെ ക്ലാസ്സിലെ കുട്ടിയാണ് അനാമിക. മക്കളെ വെൽക്കം ചെയ്യുന്നത് എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ ക്ലാസ് റൂം അലങ്കരിച്ചിട്ടുണ്ട്. നമ്മൾ എല്ലാവരും PTA, MPTA, SMC, നമ്മുടെ HM ടീച്ചേഴ്സ് എല്ലാവരും ചേർന്ന് നമ്മുടെ സ്കൂളൊക്കെ നല്ല രീതിയിൽ അവരെ വെൽക്കം ചെയ്യാനായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. നമ്മൾ വെയിറ്റിംഗ് ആണ് പ്രവേശനോത്സവത്തിന്. താങ്ക് യു. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇവിടുത്തെ ഒരു ക്ലാസ് റൂമിലേക്ക് കയറാം. ഇതാണ് ഇവിടുത്തെ ഒരു ക്ലാസ് റൂം എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കൊരു ക്ലാസ് റൂമിലേക്ക് കയറാം. ഈ ക്ലാസ് റൂമിൽ ഒരു വലിയ ക്ലാസ് റൂം തന്നെയാണിത്. അപ്പോൾ നമുക്ക് ഇവിടെ പ്രൊജക്ട് സൗകര്യമുണ്ട്. പിന്നെ ലൈറ്റ്, 4 ഫാന്, ടീച്ചേഴ്സിൻ്റെ ബെഞ്ച്, കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റുന്ന ബെഞ്ചും ഡെസ്കും, പിന്നെ വിൻഡോയും എല്ലാം ഉള്ള ഒരു ക്ലാസ്സാണ് കേട്ടോ. എല്ലാം ഉണ്ട് ഈ സ്കൂളിൽ തന്നെ. പിന്നെ വൈറ്റ് ബോർഡ്, ബ്ലാക്ക് ബോർഡ്, പിന്നെ ചുമർ ചിത്രങ്ങളെല്ലാം ഉണ്ട്. ഇതാണ് നമ്മുടെ KG സെക്ഷൻ്റെ വർണ്ണക്കുടാരം. ഇത് നമ്മുടെ LKG ആണ് വർണ്ണക്കുടാരം എന്ന് പറയുന്നത്. അവിടെ ഒരുപാട് കുട്ടികളെ ആകർഷിക്കാൻ പറ്റിയ കുറേ പെയിൻറ്റിങ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇതാണ് നമ്മുടെ LKG ആണ് വർണ്ണക്കുടാരം എന്ന് പറയുന്നത്. ആ വർണ്ണക്കുടാരത്തിൽ ഒരുപാട് കലാ സൃഷ്ടികളുണ്ട് കേട്ടോ. എന്താണ് നാടകമൂല, അഭിനയമൂല, പാവ. അപ്പം ഫ്രണ്ട്സ്, ഇത് UKG സെക്ഷനാണ്. ഇവിടെയാണ് UKG ക്ലാസ്സുകൾ വരുന്നത്. അതായത് ഇവിടെ സ്പോൺസേർഡ് ആയിട്ടുള്ള ബെഞ്ചുകളുണ്ട്. അപ്പോൾ UST സ്പോൺസർ ചെയ്ത ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ് ഈ ഒരു ബെഞ്ചും ഡെസ്കുകളും ഒക്കെ. കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റിയ ചെറിയ ബെഞ്ചും, പിന്നെ ഇവിടെ കുറേ നഴ്സറി റൈംസ്, ചാർട്ട്സ്, പിന്നെ ആൽഫബറ്റ്സ്, അങ്ങനെ കുറേ ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള വൈറ്റ് ബോർഡ്സ്, ചിത്രങ്ങൾ, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് ബാക്കി കുറച്ച് ക്ലാസ്സുകളും കൂടെ കാണാം. ഒരു ക്ലാസ് നമുക്ക് കാണാം. അപ്പോൾ അതായത് ഇവിടെ ക്ലാസ് ഉണ്ട്. അവിടെ ഇരുട്ടായിട്ടും കാണിക്കുന്നില്ല. വേറൊരു ക്ലാസ് ഇവിടെ തന്നെ. ഇത് 2 ക്ലാസ്സുകൾ കേട്ടോ. ഏറ്റവും വലിയ ക്ലാസ്സുകളാണ് ഇവിടുത്തെ. വലിയ ഡോറും എല്ലാം ഉള്ള ക്ലാസ്സുകളാണ് ഇവിടെ ഉള്ളത് തന്നെ. പിന്നെ ഒരുപാട് ആക്ടിവിറ്റികൾ ആ ചുമറിൽ തന്നെ ഉണ്ട്. പിന്നെ ഫ്രണ്ട്സ്, നമുക്ക് ഇതിലെ പാർക്കിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ പാർക്ക് നമ്മുടെ സ്കൂളിൻ്റെ പിറകുവശത്തായിട്ടാണ് നമ്മുടെ പാർക്കുള്ളത്. അപ്പോൾ ഇതുവരെ നേരെ പോയിട്ട് ലെഫ്റ്റ്, ഇതാണ് ഗൈസ് നമ്മുടെ പാർക്ക്.
അപ്പോൾ അതേ ഇവിടെ ഒരു സ്വിങ് ഉണ്ട്, പിന്നെ നമ്മുടെ കൈപിടിച്ച് എന്ന സാധനമൊക്കെ ഉണ്ട്, പിന്നെ സ്ലൈഡും മെറിഗോ റൗണ്ട്സും ഒക്കെയുള്ള ഒരു നമ്മൾ അടിപൊളി ഒരു പാർക്കാണ് ഈ ഒരു പാർക്ക് എന്ന് പറയുന്നത്. അത് നമുക്ക് പാർക്കിലേക്ക് നടന്നു പോകാം. അത് സ്ലൈഡൊക്കെ ഉണ്ട്. അപ്പോൾ സ്ലൈഡാണ് ഈ കാണുന്നത്. അപ്പോൾ സൈഡിലാണ് നമ്മുടെ കുറച്ച് ക്ലാസ് റൂമുകളുടെ ജനലാണ് കാണുന്നത്. ഇത് മെറിഗോ റൗണ്ടാണ്, കളിക്കാൻ പറ്റിയ രീതിയിലുള്ള മെറിഗോ റൗണ്ട്സ്. പിന്നെ ഇത് നമ്മുടെ ടോയ്ലറ്റുകളാണ്. ഇത് ടോയ്ലറ്റാണ്, അങ്ങറ്റം വരെ ഉണ്ട്. ഇത് വാഷ് ബേസിൻസ് ആണ്. ഒരുപാട് പൈപ്പുകളുള്ള ഒരു വലിയ വാഷ് ബേസിൻ ആണ് ഈ കാണുന്നത്. കുട്ടികൾക്ക് അത്രയും പൊക്കത്തിനനുസരിച്ചുള്ള വാഷ് ബേസിൻ ആണ്. പിന്നെ ഇത് വലിയൊരു മഴവെള്ള സംഭരണിയാണ്. ഇതിലാണ് മഴവെള്ളം വീഴുമ്പോൾ ഒക്കെ ശേഖരിച്ച് വെക്കാറുണ്ട്. അപ്പോഴ് അങ്ങനെയുള്ള സംഭവമാണ്. ഇനി ഈ സൈഡിൽ കാണുന്നതാണ് ഈ ടോയ്ലറ്റുകൾ. അങ്ങറ്റം വരെ ഉണ്ട് ടോയ്ലറ്റുകൾ എന്ന് പറയുമ്പോൾ. ഇവിടം തൊട്ട് ഈ ഇപ്പം കാണിക്കുമ്പോൾ അങ്ങേ അറ്റം വരെ ടോയ്ലറ്റുകളാണ്. പിന്നെ പിറകിലോട്ട് ടോയ്ലറ്റുകളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഈ സ്കൂളിലെ കഴിഞ്ഞ അധ്യയന വർഷം അവസാന കാലത്ത് ചുമതലയേറ്റ ശ്രീ കൃഷ്ണൻകുട്ടി മടവൂർ സാറിനെ നമുക്ക് കാണാം. ശ്രീ കൃഷ്ണൻകുട്ടി മടവൂർ സാർ വളരെ സജീവമായി ഈ സ്കൂളിന്റെ പ്രവർത്തനങ്ങളിൽ മുഴുവൻ സമയം പ്രവർത്തിക്കുകയാണ്. വളരെ നേരത്തെ സ്കൂളിലെത്തുകയും വളരെ താമസിച്ചു പോവുകയും ചെയ്യുന്ന സാർ സ്കൂളിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സാറാണ്. സാറിന്റെ അഭിപ്രായം നമുക്ക് കേൾക്കാം. സ്കൂൾ എന്ന് പറയുന്നത് 125 വർഷത്തെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന വിദ്യാലയമാണ്. വളരെയധികം ഉത്പാദന്മാരായ ആൾക്കാർ പഠിച്ചിട്ടുള്ള വിദ്യാലയമാണ്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് ഭിന്നമായി ഒട്ടേറെ ഉത്സാഹപൂർണമായ പ്രവർത്തനങ്ങളുടെ ഒരു പുതിയ വഴിയിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. ഈ കഴിഞ്ഞ വെക്കേഷന് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ വളരെയധികം പുതുമയാർന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഏപ്രിൽ മാസത്തിൽ നമ്മൾ ഏപ്രിൽ അവസാനമായപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആലിപ്പഴം എന്ന പേരായി 5 ദിവസം നീണ്ടു നിൽക്കുന്ന വളരെ രസകരമായ സർഗാത്മകമായ ഒരു അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ൾ എടുത്തു പറയേണ്ടത് ഒരു 2-2.5 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ ഹെൽപ്പിംഗ് മൈൻഡ്സ് ഫൗണ്ടേഷൻ എന്ന പേരായ ഒരു സംഘടന നമുക്ക് 2.5 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് KG ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് ടോയ്ലറ്റ് സൗകര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ടോയ്ലറ്റ് സൗകര്യം ഏർപ്പെടുന്നതിന് വേണ്ടി നൂതനമായ സൗകര്യങ്ങൾ അടങ്ങുന്ന ഒരു പുതിയ ടോയ്ലറ്റ് നിർമ്മിച്ചു തന്നു എന്നുള്ളതാണ്. ടോയ്ലറ്റ് കമ്പ്യൂട്ടർ നിർമ്മിച്ചതുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം കൂടി ഈ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് ഉണ്ടാക്കുകയാണ്. വളരെയധികം കേടായി കിടന്ന ഒട്ടേറെ ടോയ്ലറ്റ് ബ്ലോക്കുകൾ നവീകരിക്കാനും അവരെ ഫണ്ട് കൊണ്ട് സാധിക്കുകയുണ്ടായി. അതുമാത്രമല്ല UST എന്ന് പറയുന്ന നമ്മൾ ഈ സംഘടന നമുക്ക് ടെക്നോപാർക്ക് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന UST എന്ന പേരായ സംഘടന നമുക്ക് നമ്മുടെ KG കുഞ്ഞുങ്ങൾക്കായിട്ട് അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫർണിച്ചറുകൾ നമുക്ക് നൽകുകയുണ്ടായി. അതിൻ്റെയൊക്കെ ഭാഗമായി തന്നെ നവീകരിക്കപ്പെട്ട KGയുടെയൊക്കെ ശ്രദ്ധ ജനങ്ങൾ നന്നായി ശ്രദ്ധിക്കുകയും നമ്മുടെ അഡ്മിഷനുകൾ ഓരോ ദിവസവും നമുക്ക് 2-3 വെച്ച് അഡ്മിഷനുകൾ വരികയാണ്. വളരെ സന്തോഷകരമായ സംഗതിയാണ്. സമീപപ്രദേശങ്ങൾ നമ്മളിപ്പോൾ കണ്ടുവരുന്നത് വെച്ചാൽ കോവിഡ് കാലത്തൊക്കെ മറ്റുള്ള വിദ്യാലയങ്ങളിൽ നിന്ന്, അതായത് അൺഎയ്ഡഡ് പൊതുവിദ്യാഭ്യാസ ധാരയിലുള്ള അല്ലാത്ത അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിൽ നിന്നൊക്കെ ധാരാളം കുഞ്ഞുങ്ങൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് വന്നു. പക്ഷേ കോവിഡൊക്കെ കഴിഞ്ഞു, ജനങ്ങൾക്ക് അത്യാവശ്യം പൈസ കിട്ടി തുടങ്ങിയ സമയത്ത് ഈ അതേ ഒഴുക്ക് തിരിച്ചൊഴുകുന്നൊരു കാലഘട്ടമാണ്. പക്ഷേ ആ ഒഴുക്ക് നമ്മുടെ വിദ്യാലയത്തെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സന്തോഷകരമായ വസ്തുത. നമ്മുടെ സ്കൂളിൽ അഡ്മിഷനൊന്നും കുറവില്ല. ഓരോ ദിവസവും നല്ല രീതിയിൽ അഡ്മിഷൻ വരുന്നുണ്ട്. പുതിയ 1047 പേർ നമ്മുടെ വിവിധ ക്ലാസ്സുകളിലായിട്ട് 1 മുതൽ 7ാം ക്ലാസ് വരെയായിട്ട് പുതുതായി നമ്മുടെ വിദ്യാലയത്തിൽ അത് എടുത്തിട്ടുണ്ടെന്നുള്ളത്, അഡ്മിഷൻ എടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സംഗതി. ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന ഇന്നത്തെ ദിവസം പോലും 2 അഡ്മിഷൻ വന്നിട്ടുണ്ട്. ഓരോ ദിവസവും അഡ്മിഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് കൂടുതൽ ഊർജ്ജം പകരുന്ന സംഗതികളാണ്. അപ്പോൾ ഈ പ്രവർത്തന മേഖലകളിൽ ഏറ്റവും കൂടുതൽ നന്നായി ഊർജ്ജസ്വതയോടെ പ്രവർത്തിക്കാൻ വേണ്ടി നമുക്ക് കരുത്ത് പകരുന്ന രീതിയിലാണ് നമ്മുടെ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, അപ്പൊ എന്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇതുപോലത്തെ വീഡിയോ കാണണമെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കിക്കഴിഞ്ഞാൽ എന്റെ ചാനൽ കിട്ടുന്ന എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടും. പിന്നെ നിങ്ങളിപ്പോ കേൾക്കുന്നതാണ് പ്രവേശനോത്സവം 2024 പാട്ടാണിത്. അപ്പൊ നമുക്ക് ചെറിയൊരു സ്റ്റെപ്പ് കളിച്ചൊരു bye bye.